ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, അപൂർവയുടെ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. പക്ഷേ അതെത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. യെസ്, ഐ നോ. ട്രൈ യുവർ മാക്സിമം. അദ്ദേഹത്തെ കൂടെ കൺവിൻസ് ചെയ്യാനായാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. അതുവരെ അപൂർവയും ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ്, അല്ലേ അപൂർവ? അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. അമ്മയൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇത്ര വിശ്വാസത്തോടെ പറയുമ്പോൾ അപൂർവ അതിനെ മുഖവിലേക്കെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, സർജറി പൂർണ്ണതോതിൽ പൂർത്തിയാവാൻ ഒരു 2 വർഷത്തോളം സമയമെടുക്കും. ആ ടൈമിനുള്ളിൽ ശാരീരികവും മാനസികവുമായ പല ബുദ്ധിമുട്ടുകളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് സ്വന്തം പാരൻസിൻ്റെ സപ്പോർട്ടും കെയറും നമുക്കുണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് മിസ്റ്റർ വിജയ് പണിക്കരുടെ സമ്മതത്തിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നും വരാനില്ല. ഇതാ, ഈ സർജറിയെക്കുറിച്ചുള്ള ഒരു ജനറൽ ബ്രീഫിംഗ് ആണ്. പേഷ്യൻറ്റിനൊപ്പമുള്ളവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതാ, ഇതെൻ്റെ കാർഡാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ശരി ഡോക്ടർ. അപ്പോൾ മിസ്സിസ് ഗീതയുടെ എഫർട്ടിന് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഓക്കെ അപൂർവ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സൈമണിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടല്ലേ പോയത്? പിന്നെന്താ അത്ര ലേറ്റ് ആയത്? അത് കഴിഞ്ഞ് ചില്ലറ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റായേ. ഓ ശരിയാ. ഇറങ്ങിയപ്പോൾ വേറെ 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ പോയ കാര്യങ്ങളെല്ലാം ഭംഗിയായി സാധിച്ചല്ലോ, ഇല്ലേ? ഇന്നിനി വേറെ വല്ല പ്രോഗ്രാം ഉണ്ടോ? ഇല്ല, ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ ഫിനിഷ് ചെയ്തു. ഇനി നാളെ ഉണ്ട് കുറച്ച് പ്രോഗ്രാം, പക്ഷെ അതിൻ്റെ ലിസ്റ്റ് ആയിട്ടില്ല. എങ്ങനെ വേണമെന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ലേ അപ്പോ? അമ്മയും മോളും കൂടി ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അതെ, എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ ആസ്വദിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. നാളെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് VP ആയിട്ട് മുടക്കമൊന്നും പറയരുത്. എന്താണാവോ നാളത്തെ സെലിബ്രേഷൻ്റെ കാരണം? അതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഓ, മോൾക്ക് ഫസ്റ്റ് സാലറി കിട്ടിയതിൻ്റെ ആഘോഷമായിരിക്കും അല്ലേ? അതിന് അപ്പോൾ 1 മാസം പോലും ആ ജോലി ചെയ്തില്ലല്ലോ. അതിനു മുമ്പ് VP അത് പൂട്ടിച്ചില്ലേ? എൻ്റെ VP വെറുതെ ഈ പാവങ്ങളോട് വഴക്കിന് വരാൻ നിൽക്കാതെ ഒന്ന് കൂളായിക്കേ. എന്നിട്ട് നാളത്തെ ദിവസം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ നാളത്തെ വിശേഷം ഒന്ന് പറയാവോ? എന്താ നാളെ ഇത്ര പ്രത്യേകത? ആ, അതൊക്കെയുണ്ട്. നാളെ ഒരു മഹാൻ ജനിച്ച ദിവസാ. സാക്ഷാൽ വിജയ് പണിക്കർ എന്ന VPയുടെ ബർത്ത്ഡേ. ഇപ്പൊ ഓർമ്മ വന്നോ? പിന്നെ അച്ഛന് സമ്മാനിക്കാൻ മോൾ ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞു. അത് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ കയറി, അതാ താമസിച്ചത്. അപ്പോ നീ തന്നെ അച്ഛന് കൊടുക്ക. മൈ ബർത്ത്ഡേ വിഷസ് ഇൻ അഡ്വാൻസ് അച്ഛാ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇതവള് സുമൻ സ്ഥലത്തുനിന്നാണോ അതോ താൻ നിർബന്ധിച്ചിട്ടാണോ? എന്താ VP ഇത്? ഇപ്പൊ എല്ലാത്തിനും സംശയമാണല്ലോ VPക്ക്. ഇന്നലെ അവളോട് സംസാരിച്ച കൂട്ടത്തില് VPയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അച്ഛനെന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുള്ളത് അവളുടെ ഐഡിയ ആയിരുന്നു. ഇത് മാത്രമല്ല, നാളെ ഈവനിങ്ങിന് കട്ട് ചെയ്യാനുള്ള കേക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞു അവള്. ഡോക്ടറെ കണ്ടിട്ട് വേറെ 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതൊരു സർപ്രൈസ് ആയിരിക്കണമെന്നത് അപ്പന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പോയപ്പോ ഒന്നും പറയാതിരുന്നേ. ഐ എം സോറി ഗീത.
സോറി എന്നോട് പറയണ്ട. അപ്പനോട് സൗകര്യം പോലെ പറഞ്ഞാൽ മതി.